പള്ളിക്കാ നോമ്പ് കഴിഞ്ഞ് വാങ്ങാനാ. നോമ്പുണ്ടാ മോൾക്ക്? ആ ഉണ്ട്. നോമ്പെടുത്ത എന്റെ ഉപ്പച്ചിരി വേഗം മറന്നു ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. ആശുപത്രിയിൽ വെച്ചാണ് മരണം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ. ഈ വാർത്ത കണ്ടപ്പോൾ വല്ലാത്ത ഷോക്കായി. റമദാനിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വീട്ടുകാരും മക്കളും ഉണ്ടാവില്ല ആ ഒരു മനുഷ്യർക്ക്. മലപ്പുറം ജില്ലയിലാണ് ദാരുണമായ സംഭവം നടന്നത്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ബസ് ജീവനക്കാരങ്ങനെ ചെയ്യാവോ? ആ മനുഷ്യനും കുടുംബത്തൊരു നേരം നല്ല പോലെ നോമ്പ് തുറക്കുമ്പോൾ ആപ്പിളും മുന്തിരിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും അവർക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല ഇറച്ചിയോട് കൂടി നല്ല ഭക്ഷണം കഴിക്കാനാവില്ലേ ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ടാവുക? അതില്ലാതാക്കുക, ആ ജീവനെ ഇല്ലാതാക്കിയിട്ട് എന്ത് നേട്ടമാണ് ഈ മനുഷ്യർ നേടുന്നത്? അബ്ദുൽ ലത്തീഫ് എന്നുള്ള മലപ്പുറം ജില്ലയിലെ കോഡൂരുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ ദാരുണമായിട്ട് മരണപ്പെട്ടത്. അപ്പോൾ സാധാരണ ഓട്ടോറിക്ഷ ഓടിക്കുക, ചാർജ് വാങ്ങുക, അവർ ഓട്ടം കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ നിയമപ്രകാരം 2.5 കിലോമീറ്ററിന് 10 രൂപ വാങ്ങാമെന്നാണ്. അതുപ്രകാരം തിരിച്ചു പോകുന്ന ഈ ഓട്ടോക്കാരൻ ഒരാളെ കയറ്റിപ്പോയത്രേ. അതിനാണ് ജീവനക്കാർ 1 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ഇയാളെ അടിച്ചത്. അടി കിട്ടിയിട്ട് പാവം ജ്യേഷ്ഠനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇയാൾ. പോണ വഴിക്ക് ഇയാളെ തന്നെ ഓട്ടോയിലാണ് പോണത്. കുഴഞ്ഞു വീണ് ആ മനുഷ്യൻ മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വലിയ പ്രതിഷേധമാണെന്ന് മലപ്പുറത്ത് നടന്നത്. ജനങ്ങൾ മുഴുവനും ഇളകി. ഒരു ബസ്സുകാർ ഓടാൻ പാടില്ല. ഇന്നലെ തിരൂരും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരാൾ സ്വന്തം ഭാര്യയെ ടൗണിൽ നിന്ന് ഓട്ടോ എടുത്ത് പോയതാണ്. അപ്പോൾ ഏതോ യാത്രക്കാരെ കയറ്റിയെന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷക്കാരനും പിടച്ചു. സംഗതി ബസ് ജീവനക്കാർക്ക് നിയമപ്രകാരം വലിയ ടാക്സ് കൊടുക്കാനുണ്ട്. അവർക്കാണ് യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള നിയമങ്ങൾ ശരി തന്നെയാണ്. പക്ഷെ അത് അടിച്ചിട്ട് തീർക്കണമായിരുന്നു. വേറെ എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടു. സത്യത്തിൽ മനുഷ്യന് ചിന്തിക്കേണ്ടുന്നൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയിൽ ഒരു കുട്ടി പാവം പള്ളിയിലേക്ക് ഈ നോമ്പ് കഞ്ഞി വാങ്ങാൻ പോവുകയാണ്. ആ നോമ്പ് കഞ്ഞി വാങ്ങാൻ പോകുമ്പോൾ അയൽപ്പക്കത്തുള്ള ഒരു സമ്പന്നനായ യുവാവ് കാണുകയാണ്. ചോദിക്കണം ആ കുട്ടിനോട്, മോളെ എവിടേക്കാ പോകണേ? ഞാൻ നോമ്പ് കഞ്ഞി വാങ്ങാൻ പോവുകയാണ്. ഇപ്പാൻ്റെ അസുഖങ്ങളൊക്കെ മാറാൻ ഞാൻ നോമ്പോറ്റാൽ മാറുമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പൊന്നുമോള് നോമ്പ് നോറ്റിട്ടുണ്ട്. ഇതൊരു റീൽസാണ്. പക്ഷെ ഇത് വലിയൊരു പാടുണ്ട്. ഇവരാരാണ് ഈ അഭിനയിച്ചവരെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവരാദ്യമായിട്ട് കാണാണ്. അങ്ങനെ ഈ ഉപ്പ പറയണ ഒരു യുവാവ് പറയുന്നൊരു വാക്ക്, മോള് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വായോ, ഇവിടെ നല്ല എന്താ പറയുക ചിക്കൻ കറിയൊക്കെ ഉണ്ട്, മോള് വായോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ക്ഷണിക്കണം. ഇത് ഭാര്യ ഇതറിയണില്ല. ഈ പെൺകുട്ടി പാവം തൂക്കാത്രത്തിലേക്ക് കറി വാങ്ങാൻ വരുമ്പോൾ ഭാര്യക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് ഇവന്തിന് അങ്ങോട്ട് കയറി ചിക്കൻ കറി മാറ്റി വെക്കുമ്പോഴാണ് ഇയാൾ ഇടപെടുന്നത്. ഇയാൾ പറയുന്ന ചില വാക്കുകളുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. എവിടേക്കാണ് തൂക്കാത്രൊക്കെ പിടിച്ചിട്ട്? പള്ളിക്കാ നോമ്പ് കഴിഞ്ഞ് വാങ്ങാനാ. നോമ്പുണ്ടാ മോൾക്ക്? ആ ഉണ്ട്. നോമ്പെടുത്ത എന്റെ ഉപ്പച്ചിരി വേഗം മറന്നു ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ട് പോയട്ടാ. ഇവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കൊണ്ടുപോവാ. ആ എന്താ ചെയ്യാ മനുഷ്യന്മാരുടെ അവസ്ഥ. ആ കുട്ടി ഈ പെണ്ണിപ്പോ ഇത്രയും നേരത്തെ ഉണ്ടോ നോക്കിയത്? കയ്യിൽ പാത്രം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കറി ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിക്കൻ കറിയൊക്കെ അടച്ചെടുത്ത് വെക്കാം. എവിടെ കടി കറി പാത്രമായിട്ട്? ആ കുഞ്ഞാറ്റ വരുന്നുണ്ട്, തൂക്കാത്തം പിടിച്ചാ വരുന്നത്. വന്നാ എന്താ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്? അവിടെ ഒന്നും ഇല്ലാറ്റായിരിക്കും ഇങ്ങോട്ട് പാത്രം പിടിച്ച് എഴുന്നള്ളിക്കുന്നത് അല്ലേ? ഇത്ര ആവില്ലാത്തേറ്റ് നിങ്ങൾക്ക് പിന്നെ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. ഉള്ള കഞ്ഞിവെള്ളം കുടിച്ചവിടെ കിടന്നാൽ പോരെ? ഒന്നേരം മോൾട്ടി ആ കുട്ടിയപ്പോ കുറെ കാലമായിട്ട് വയ്യാതിരിക്കണ ആ കുട്ടി പാവം നോമ്പ് നോക്കി നടക്കുന്നതിന്റെ ഉപ്പാൻ്റെ അസുഖം പറയാനാ. അതിനൊരു നേരത്തെ ഫുഡ് കൊടുത്തിട്ട് നമുക്കൊന്നും പോകാനില്ല. എൻ്റെ കയ്യിലുണ്ടൊരു കുട്ടി. ഞാൻ നാളെ അഞ്ചാതായി കഴിഞ്ഞാൽ ഇതിനാരെ നോക്കുക? ആ അവസ്ഥയുടെ കുട്ടിക്ക് പോകും. മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഇത് റമദാൻ മാസം നല്ല മനസ്സോട് കൂടിക്ക് കാര്യങ്ങൾ ചെയ്യും. ആ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നല്ലതാ. എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്നും എൻ്റെ കുട്ടി ഇവിടുന്ന് നോമ്പ് പറഞ്ഞാൽ മതി കേട്ടാ. എൻ്റെ മോൾ തന്നെയാണ്. നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുമ്പോഴല്ലേ, തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴല്ലടോ നമ്മളൊക്കെ മനുഷ്യരെന്ന് പറയാം. ഈ ഒരു റീൽസ് ഇത് ഉണ്ടാക്കിയവരാരാണെങ്കിലും എനിക്കവരെ പേഴ്സണലായിട്ട് ഞാൻ ഒരിക്കൽ പോലും ഞാൻ അവരുടെ റീൽസ് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ വളരെ വലിയൊരു പാഠം അതിലുണ്ട്, ഒരു സന്ദേശം അതിലുണ്ട്, ഒരു നല്ല മെസ്സേജ് അതിലുണ്ട്. അതുപോലെ നമുക്കും ഒരു തിരിച്ചറിവുണ്ടായാൽ അതും നമ്മുടെ സഹോദരനാണ്, അതും ജീവിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത്, അദ്ദേഹത്തിനും കിട്ടട്ടെ. നമുക്ക് കിട്ടാനുള്ളത് പടച്ചോ നമുക്ക് തരും. നാം ബസ് ജീവനക്കാർ കരുതിയിരുന്നെങ്കിൽ. മലപ്പുറം ഈ മഞ്ചേരി തിരുറോട്ടിലോടുന്ന ഒരു ബസ്സിലത്തെ ജീവനക്കാരാണ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. ഏതായാലും ഇയാളെ മരണകാരണം ഹൃദയസ്തംഭനമാണെന്നും
മർദ്ദനമേറ്റത് കൊണ്ടാണോ സംഭവിച്ചത് എന്നൊക്കെ പിന്നീട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് സഹപ്രവർത്തകർ പറയുന്ന കാര്യം ഇതാണ്. വടക്കേമണ്ണ കയറ്റത്തിൻ്റെ അവിടുന്ന് വണ്ടി ബസ്സിൻ്റെ ആൾക്കാരെ ഇറങ്ങിയിട്ട് മൂപ്പരെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ അവിടെ അടിപിടി ഉണ്ടായി. വിലം കിട്ടു. അങ്ങനെ അടിപിടി ഉണ്ടായ സംഭവം. പക്ഷെ അവർ അങ്ങനെ കച്ചറക്ക് പോകേണ്ട ടീം ആളൊന്നുമല്ല. നല്ലൊരു ഇന്ന് രാവിലെ തന്നെ അവിടെ സ്റ്റാൻഡിൽ വന്ന ആളാണ്. വളരെ പാവപ്പെട്ട ആളാണ്. എന്താ ചെയ്യാം, നമ്മളും ജീവിക്കാൻ വേണ്ടി ഓട്ടോ ഓടിക്കുന്നത്. ഞാനൊരു ഡ്രൈവറാണ്, ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് അവർ ബസ് എല്ലാ ടൈമിലും ഇത് തന്നെ ചെയ്യല്. അവർ ബസ് ബ്ലോക്ക് ഇട്ടുകാണ് പതിവായിട്ട് ബ്ലോക്ക് ഇടാറുണ്ട് അങ്ങനെ ആളുകളെ കയറ്റി. പല ആൾക്കാരും ഒരു ബ്ലോക്ക് ഇടലുണ്ട്. അവൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ നിയമം തന്നിട്ടുള്ളത് 2.5 കിലോമീറ്ററിന് മടക്ക ചാർജ് 10 രൂപ എല്ലാ ഓട്ടോറിക്ഷകളും വാങ്ങാന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ 2.5 കിലോമീറ്ററിൽ എവിടെ നിന്ന് വന്നാലും ഞങ്ങൾ എടുക്കും. അത് സർക്കാർ തന്നൊരു നിയമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിയത്. മരിച്ച ഇദ്ദേഹം ഇന്ന് കോടൂരിൽ നിന്ന് വരുമ്പോൾ വേറെ സ്റ്റോപ്പ് അല്ല, വടക്കേമണ്ണ ഇറക്കത്തുനിന്ന് 2 ആളെ മടക്കം കയറ്റി. അവിടെയാണ് ഈ തർക്കമുണ്ടായത്, അടിപിടി കലാശിച്ച്. അങ്ങനെ അദ്ദേഹം ഈ ചാനലിൽ നേരിട്ട് പറയാലോ, ഈ ചാനലിൽ കൂടെ തന്നെ ലൈവായി എല്ലാവരും കാണുന്നുണ്ടാവില്ലത്. അദ്ദേഹം നേരെ വാനെടുത്ത് അഡ്മിറ്റാൻ വേണ്ടി ഈ ഹോസ്പിറ്റലിൽ വന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേട്ടത്, നിങ്ങൾ എന്നെ അടിച്ചത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കണേ. അങ്ങനെ അദ്ദേഹം സ്വയം ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. പിന്നെ നമ്മൾ കേട്ടത് ഇവിടുന്ന് മരിച്ചു എന്നുള്ളതാണ്, വേറെ ഒന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മളെ കൂടെ എന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓടുന്ന ഒരാളാണ്. എൻ്റെ സ്റ്റാൻഡിൽ തന്നെയാണ്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ എത്ര നല്ലൊരു മനുഷ്യനാണ്, ഒരു പാവം, ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാർ. പൊതുവെ ഓട്ടോക്കാരോട് വിരോധമുള്ള ആളുകളുണ്ട്, സാധാരണക്കാരാണ്. ബസ് ജീവനക്കാരോട് വിരോധം, നമുക്ക് ബസ് ജീവനക്കാരോട് വിരോധമോ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ നമുക്ക് പരസ്പരം മനുഷ്യനെ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഏത് മതവും ജാതി ആയിക്കോട്ടെ കേട്ടോ. ഇന്നലെ തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് കേട്ടൊരു വാർത്ത, പള്ളിയിലെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വരുന്ന ആളുകളെ ജയ് ശ്രീറാം വിളിച്ച് മർദ്ദിക്കുക. അതൊരു ആവേശമാണ്. എന്ത് മനുഷ്യരാണ് അവരൊക്കെ. നമ്മൾ മുസ്ലിം വിഭാഗം കേസ് കൊടുത്താൽ പോലും പരിഗണിക്കില്ല. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരുപാട് പേരവിടെ മർദ്ദിച്ചിരുന്നു. പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പറ്റില്ല. സംബാലിലെ പള്ളിയിൽ, ഉത്തർപ്രദേശിലെ പള്ളിയിൽ ഹോളി ആഘോഷത്തിൻ്റെ അന്ന് വെള്ളിയാഴ്ച അന്ന് ജുമഅ വേണ്ടാന്ന് വരെ പറയുന്നൊരു നാട്. അപ്പോൾ ഈ മറ്റു മതക്കാരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ട് കിട്ടുന്നൊരു ആവേശം ഉണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു തരം വർഗീയതയുടെ ഒരു ആനന്ദം. ഇതിലൊന്നും യാതൊരുവിധ കുറ്റബോധം നമ്മുടെ ഭരണാധികാരികൾക്കോ പോലീസിനോ ഇല്ല. നമ്മുടെ നാട് ഇങ്ങനെയായിട്ട് മാറുക, അത് സ്വന്തം മതത്തിലുള്ള ആളുകളാണെങ്കിലും സ്വന്തം ജാതിയിലുള്ള ആളുകളാണെങ്കിലും യാതൊരു കുറ്റബോധവും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്രക്ക് തരം താഴുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ കേട്ടൊരു വാർത്തയാണത്. തറാവീഹ് കഴിഞ്ഞ് വരുമ്പോൾ കല്ലേറ് നടത്തുക, എന്നിട്ട് അവരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുക, എന്നിട്ട് കിട്ടുന്ന ഒരു ആനന്ദം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണെന്ന് പറയാം. ഒരു ഹിന്ദു തല കുനിക്കണം ഇങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ, ഏത് മതക്കാരനാവട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു റമദാനിൽ നമ്മൾ ആലോചിക്കുക, നമ്മളെക്കൊണ്ട് നമ്മുടെ വാക്കാൽ ഒരു മനുഷ്യർക്ക് ദ്രോഹമുണ്ടോ? സ്വന്തം അമ്മായിമ്മയോട് വിരോധമുള്ള ആളുകൾ, സ്വന്തം വീട്ടിലിങ്ങനെ പ്രശ്നമുള്ള ആളുകൾ, അവരൊക്കെ വീഡിയോ കാണുമെങ്കിൽ ഓർക്കുക, നമ്മൾ ഈ നോമ്പെടുത്തിട്ട് ദിക്റ് ചൊല്ലിയിട്ട് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മറ്റുള്ള മനുഷ്യരോട് നമ്മൾ വെറുപ്പ് സമ്പാദിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? നമ്മൾ പഠിച്ചിട്ടില്ലേ അഫ്കലുൽ മീസാനി അൽ ഹുസ്നുൽ ഖുലുഖ് എന്ന് ഹബീബായ നബി നമ്മൾ പഠിപ്പിച്ചത്. മീസാൻ ഏറ്റവും ഭാരം കൂടുന്നൊരു അമല് ഏതാണ്? ഇതുപോലെ സൽസ്വഭാവമാണ്. നമുക്ക് സൽസ്വഭാവം ഉണ്ടാക്കാൻ കഴിയുക. നമ്മൾ നോമ്പെന്ന് പറയുന്നത് സത്യത്തിൽ സൗമും സിയാമൊക്കെ വ്യത്യാസമുണ്ട്. സൗമ് എന്ന് പറയുന്ന നോമ്പും സിയാമ് എന്ന് പറയുന്ന നോമ്പും, സിയാമ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വാക്കാണ്. കുതിബ അലൈക്കും സിയാമു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല സിയാമിന് വലിയ അർത്ഥമുണ്ട്. നമ്മൾ നോമ്പ് വ്രതം എന്നൊക്കെ പറയുമെങ്കിലും നാവ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കുമ്പോഴേ സിയാമാവുള്ളൂ. ചിന്തകളിൽ നിന്നും അങ്ങനെ 3 തലങ്ങളുണ്ട്. അപ്പോഴാണ് ശരിക്കും സിയാമ്, അല്ലെങ്കിൽ ഒരു സൗമാണ്. മറ്റു മതങ്ങളിലും ഉണ്ടല്ലോ ഉപവാസങ്ങൾ, പഴങ്ങൾ കഴിക്കാം, വെള്ളം കുടിക്കാം, നിശ്ചിത ഭക്ഷണമെങ്കിലും നോണേ കഴിക്കാൻ പാടില്ലാത്തതുള്ളൂ, ഇങ്ങനെ പല രീതികൾ. ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ, പുക അടക്കം ഉള്ളിലേക്ക് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ പോകരുത്. അത് നമ്മുടെ നാവിൽ നിന്നും അങ്ങനത്തെ വാക്കുകൾ ഉണ്ടാവരുത്. അപ്പോൾ കൈകൊണ്ടോ ഇത് അടിക്കുന്നവനും നോമ്പുള്ളവൻ, അടിക്കൊള്ളുന്നവനും നോമ്പുള്ളവൻ, ആ പാവം ലത്തീഫ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ്റെ കുടുംബത്തിന് എന്ത് കൊടുത്താലും പകരാവോ? അദ്ദേഹത്തിൻ്റെ മറ്റു കബറടക്കൽ ചടങ്ങുകളൊന്നും എനിക്കറിയില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കണം. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ. വളരെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വെല്ലുവിളിയുണ്ട്, ഉള്ളിയുണ്ട്. അറിയോ? എൻ്റെ വണ്ടി ഞാനാ തറവാട്ട് കൊണ്ടാക്കി
ഞാൻ സാരം ചേട്ടാന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞു അവരോട്? ഇപ്പൊ മരിച്ചുപോയി സാരം ചേട്ടാന്നോ പറയാൻ പറ്റുമോ? ഇതിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യാൻ നമ്മളൊക്കെ നോമ്പുകാരാണ്. നമ്മുടെ ഓരോ നോമ്പിൽ നിന്നും നമ്മൾ ഇത്തവണ നോമ്പെടുക്കുമ്പോൾ ആലോചിക്കുക, എൻ്റെ വാക്ക് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ അത് സുൽഹാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ നോമ്പെടുക്കേണ്ടത്. അപ്പോഴേ ആ നോമ്പിൻ്റെ സ്വീകാര്യമാവുകയുള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.